നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സര വ്യഗ്രത വിവാദത്തിൽ VM സുധീരന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രായമായി എന്ന് തോന്നുന്നവർക്ക് മത്സരിക്കാതിരിക്കാം. തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് തിരുവഞ്ചൂർ. ഉമ്മൻചാണ്ടിക്കെതിരെ പറയാൻ സുധീരന് ചങ്കുറപ്പില്ലെന്ന് VS. സാന്ദർഭിക പരാമർശത്തിൽ VS പ്രകോപിതനാകേണ്ടെന്ന് സുധീരൻ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. മിച്ചഭൂമിയും നെൽപ്പാടവും വമ്പന്മാർക്ക് കൈമാറി വീണ്ടും റവന്യൂ വകുപ്പിന്റെ ഭൂദാനം. വിവാദ സ്വാമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് കൈമാറിയത് 118 ഏക്കർ. കടുത്ത എതിർപ്പുമായി VM സുധീരൻ. പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. നിയമവിരുദ്ധമെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. ഇതിനകത്ത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പുനഃപരിശോധിക്കും. വിജിലൻസിനെ വിവരാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കി. പൂഞ്ഞാറിൽ PC ജോർജിനെ പിന്തുണയ്ക്കില്ല എന്ന് സൂചന നൽകി കോടിയേരി. LDF ഉറപ്പു നൽകിയെന്നത് PC-യുടെ സ്വന്തം നിഗമനം. മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന എല്ലാവർക്കും സീറ്റ് നൽകാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കൊല്ലത്ത് മുകേഷ് തന്നെ സ്ഥാനാർത്ഥി. കായംകുളത്ത് പ്രതിഭാഹരി. ശ്രീശാന്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങി BJP. സന്നദ്ധനായി ശ്രീശാന്ത്. രാജസേനനും മത്സരരംഗത്ത്. ബെൽജിയത്തിലെ ബ്രസൽസിൽ സ്ഫോടന പരമ്പര. വിമാനത്താവളത്തിലും മെട്രോ സ്റ്റേഷനുകളിലും ചാവേറാക്രമണം. 28 മരണം. ജെറ്റ് എയർവേസ് ജീവനക്കാരിക്ക് പരുക്ക്. രാജ്യത്തെ വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം. കലാഭവൻ മണിയുടെ മരണത്തിൽ ചോദ്യം ചെയ്ത ആരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തില്ല. കൊലപാതകം സംശയിക്കേണ്ട മൊഴികളില്ല. ഉത്തരങ്ങളിൽ വൈരുദ്ധ്യമില്ലെന്നും പോലീസ്. കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയുടെ ഫലം നിർണായകം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമില്ലാത്തതിനാലാണ് തനിക്കെതിരെ VM സുധീരൻ പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. താൻ മത്സരിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും VS പറഞ്ഞു. അതേസമയം അധികാരസ്ഥാനത്തോടുള്ള അത്യാർത്തി VS പോലും ഉപേക്ഷിക്കുന്നില്ല എന്ന ചോദ്യം സമൂഹത്തിലുണ്ട് എന്ന് സുധീരൻ മറുപടി നൽകി. സുധീരന്റെ അഭിപ്രായം വ്യക്തിപരം മാത്രമാണെന്ന് സൂചിപ്പിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. സഖാവ് VS അച്യുതാനന്ദനെ പോലെ ദീർഘകാലം പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ, ഇനിയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നതിന് വ്യഗ്രത കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടിയിലെ സ്ഥിരം സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ട് VS അച്യുതാനന്ദന്റെ പേരുപയോഗിച്ച് സുധീരൻ നടത്തിയ ഈ പ്രതികരണത്തിനെതിരെയാണ് VS രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖത്തു നോക്കി പറയാൻ സുധീരന് ചങ്കുറപ്പില്ല. ഇതിനാലാണ് TN പ്രതാപിനെ ചാരി തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത്. ഉമ്മൻചാണ്ടിയുടെ മുഖത്തു നോക്കി ധൈര്യപൂർവ്വം പറയാനുള്ള മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് എന്റെ മെഴുത്ത് കയറിയെന്നേ ഉള്ളൂ. താൻ മത്സരിക്കുന്നത് പാർട്ടി തീരുമാനമനുസരിച്ചാണ്. സുധീരൻ വേവലാതിപ്പെടേണ്ടതില്ല. തന്റെ വാക്കുകൾക്ക് ഉമ്മൻചാണ്ടി പുല്ലുവില കൽപ്പിക്കില്ലെന്ന് സുധീരന് തന്നെ അറിയാമെന്നും VS പറഞ്ഞു. VSന് പ്രസ്താവനയിൽ തന്നെ സുധീരൻ മറുപടി നൽകി. അധികാരസ്ഥാനത്തോടുള്ള അത്യാർത്തി ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട് VS അച്യുതാനന്ദനെ പോലെയുള്ളവർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് സുധീരൻ പറഞ്ഞു. തികഞ്ഞ ആദരവോടെ അത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത്. അതിന് ഇത്രമാത്രം VS പ്രകോപിതനാകേണ്ടതില്ലെന്നും സുധീരൻ പറഞ്ഞു. അതിനിടെ സുധീരൻ ഇന്നലെ നടത്തിയ പരാമർശം വ്യക്തിപരമെന്ന് സൂചിപ്പിച്ച് A ഗ്രൂപ്പ് നേതാവ് കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. ഒരാൾ എത്ര തവണ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. ആ തീരുമാനമൊക്കെ ഫൈനലായിട്ട് പറയേണ്ട ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനം പറയപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം ഞങ്ങളെല്ലാവരും ആദരിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു ഡിസ്കഷന് ശേഷം ഒരു ഫൈനൽ തീരുമാനമാകണം. തീരുമാനമാകുമ്പോൾ പാർട്ടിയുടെ തീരുമാനമാകും. റിപ്പോർട്ടർ കൊച്ചി, തിരുവനന്തപുരം. VM സുധീരന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രായമായി എന്ന് തോന്നുന്നവർക്ക് മത്സരിക്കാതിരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മത്സരിക്കുന്നവരും പാർട്ടിയുമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പിന്നെ പ്രതാപൻ യുവാവാണല്ലോ, പിന്നെ എങ്ങനെയാ? പ്രതാപൻ യുവാവാ, അദ്ദേഹത്തിന് തോന്നി കാണും. അങ്ങനെ തോന്നുന്നവർക്ക് മാറാം. ഈ വിഷയത്തിൽ ശ്രീ പന്തളം സുധാകരൻ കോൺഗ്രസ് വക്താവ്, ശ്രീ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ MP രാജേഷ് CPIM വക്താവ്, ശ്രീ മാത്യു കുഴൽനാടൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം ശ്രീ പന്തളം സുധാകരൻ, അധികാരത്തോടുള്ള ആർത്തി ഉപേക്ഷിക്കാൻ VS അച്യുതാനന്ദൻ തയ്യാറാകണം എന്ന VM സുധീരന്റെ പ്രസ്താവന എത്ര പരിഹാസ്യമാണ്. VS അച്യുതാനന്ദൻ 5 തവണയെ നിയമസഭയിലെത്തിയിട്ടുള്ളൂ. 10 തവണ നിയമസഭയിലെത്തിയ കഴിഞ്ഞ 46 വർഷമായി MLA ആയ ഉമ്മൻചാണ്ടിയാണ് ഇത്തവണയും UDF മുന്നണിയെ നയിക്കുന്നത്. 5 തവണയിലധികം മത്സരിച്ച 5ലധികം ആളുകൾക്ക് ഇത്തവണ വീണ്ടും കോൺഗ്രസ് നിശ്ചയമായും ടിക്കറ്റ് നൽകുകയും ചെയ്യും. സ്വന്തം പാർട്ടിയിലെ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പോരെ അപ്പുറത്തെ പാർട്ടിയിൽ പോയി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്? അപ്പുറത്തെ പാർട്ടി എന്നുള്ള നിലയിലല്ലല്ലോ മഹാനായ ശ്രീ VS അച്യുതാനന്ദനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്.
അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാലും അതിനേക്കാൾ അപ്പുറമായ തലത്തിലേക്ക് ഒരു ആൽവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. അതിന് രാഷ്ട്രീയഭേദമന്യേ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വളരെ പ്രായമായ സ്ഥിതിക്ക് എന്തുകൊണ്ട് VS മാറി നിൽക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിൽ ഒരു ചിന്തയുണ്ട് എന്നാണ് KPC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടല്ല. അദ്ദേഹം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തി, അത് മാത്രമാണ്. പിന്നെ അതിന് VS ഇങ്ങനെ ചൊടിക്കേണ്ട കാര്യമൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല വളരെ വർഷങ്ങളും എനിക്ക് തോന്നുന്നു 25 വർഷം മുമ്പ് 25-ലധികം വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായി സജീവമായി ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രായത്തെക്കുറിച്ചൊരു ചർച്ച തുടങ്ങി വെച്ച ഒരാളുണ്ടായിരുന്നു. അത് ബഹുമാനായ LDFന്റെ നേതാവായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ PK വാസുദേവൻ നായരാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്നൊരു സെമിനാറിൽ അദ്ദേഹം എല്ലാ നേതാക്കന്മാരും, അന്ന് ബഹുമാനപ്പെട്ട EK നായനാർ, K കരുണാകരൻ ഉൾപ്പെടെയുള്ള AKN ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ നല്ല രാഷ്ട്രീയ രംഗത്ത് ഈ ഉദ്യോഗസ്ഥ രംഗത്ത് തലത്തിൽ റിട്ടയർമെൻ്റ് ഉണ്ട്, എന്നാൽ എന്തുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചു കൂടാ എന്നൊരു ചർച്ചയ്ക്ക് അദ്ദേഹം തുടങ്ങി വെച്ചു. പക്ഷേ ആ തുടക്കം വെച്ച അദ്ദേഹം തന്നെ ഒടുവിൽ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, കുറേ കൂടി പ്രായമായപ്പോൾ തിരുവനന്തപുരത്ത് LDFന്റെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പാർലമെൻറ്റ് മെമ്പറാവുകയും ചെയ്തു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പലപ്പോഴും ഇങ്ങനെ ചർച്ച വരാറുണ്ട്. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ മുന്നണിയായാലും ഞങ്ങളായാലും സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ CPM എന്താണ് ചെയ്യുന്നത്? CPM ചെയ്യുന്നത് സ്ഥാനാർത്ഥി നിർണയം BJP അംഗത്വം ആ വിഷയങ്ങളിലേക്ക് പോകാം പിന്നീട്. ശ്രീ പന്തളം സുധാകരൻ, ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ അടക്കമുള്ള യുവ നേതാക്കൾ സീറ്റ് കിട്ടാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ കാലങ്ങളായി സീറ്റ് കിട്ടുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിലെ പതിവ്. അതിനല്ലേ ആദ്യം മാറ്റം വരേണ്ടത്? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ നോക്കൂ. AK ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, എത്ര കാലമായി ഇവർ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടരുന്നു? 25ഉം 26ഉം വയസ്സിൽ MLA സ്ഥാനത്തോ MP സ്ഥാനത്തോ ആദ്യമായി എത്തപ്പെട്ടവരാണിവർ. ഇപ്പോഴും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. VM സുധീരൻ ഈ വാക്കുകൾ ആർജവത്തോടുകൂടി പറയേണ്ടത് സ്വന്തം പാർട്ടിക്കകത്തല്ലേ? അഭിലാഷ്, ഇതിട്ട് ആദ്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ മത്സരിച്ചോ എനിക്ക് സീറ്റ് കിട്ടിയോ എന്നുള്ളതല്ല ഇതിൻ്റെ അകത്തൊരു വിഷയമായി ഭവിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, പക്ഷേ പൊതുവെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പൊതുവെ ഒരു മാനദണ്ഡം പാർട്ടിയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന അഭിപ്രായമാണ്, എന്ന വിശ്വാസമാണ് എനിക്കുള്ളതെന്നല്ല, പൊതുവെ ആ പാർട്ടിയിലെ യുവ നേതാക്കൾക്ക് എല്ലാവർക്കും അതേ അഭിപ്രായമുണ്ട്. അത് KPCC അധ്യക്ഷൻ പറഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കോൺടെക്സ്റ്റ് നോക്കണം. TN പ്രതാപൻ 3 വട്ടം മത്സരിച്ച് ജയിച്ച് വീണ്ടും മത്സരിക്കാൻ സീറ്റ് വളരെ ഉറപ്പായിട്ടും കിട്ടും, മത്സരിച്ചാൽ ജയിക്കാം എന്നിരിക്കെ അദ്ദേഹം മാറി നിൽക്കാൻ കാണിച്ച ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച്, അത് അഭിനന്ദനാർഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് രാഷ്ട്രീയത്തിൽ പൊതുവെ കോൺഗ്രസിൽ മാത്രം കാണുന്നതല്ല, രാഷ്ട്രീയത്തിൽ പൊതുവെ കാണുന്ന ഒരു പ്രവണത, അധികാരത്തിലെത്തിയാൽ എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയും അതിൽ കടിച്ചു തൂങ്ങുക എന്നുള്ളത് ഒരു അക്രോസ് ദ പാർട്ടി, അല്ലെങ്കിൽ അതിന്റെ തന്നെ നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ അങ്ങനെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആരാണുള്ളത്? ഉമ്മൻചാണ്ടി 26ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. ഇപ്പോൾ 72 വയസ്സായി. ഈ കാലം അത്രയും അദ്ദേഹം MLA ആയിരുന്നു. ആർക്കു വേണ്ടിയും വഴിമാറിക്കൊടുത്തിട്ടില്ല. KC ജോസഫ് 32ാമത്തെ വയസ്സിൽ കോട്ടയത്ത് നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ പോയി മത്സരിച്ചതാണ്. അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ MLA ആണ്, ഇനിയും മത്സരിക്കും എന്ന് കേൾക്കുന്നു. നിങ്ങളുടെ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കുത്തക വാഴ്ച, വേറെ എവിടെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൽ തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞത് ഞാൻ 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. കോൺഗ്രസിൽ അധികാരത്തിൽ തുടരുന്നവർ ഒരു പരിധി കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്.
അതാര് തന്നെയായിരുന്നാലും എങ്ങനെ തന്നെയായിരുന്നാലും ഇതിൻ്റെ അകത്തൊരു പൊതു മാനദണ്ഡം പാർട്ടിയിൽ കൊണ്ടുവരണം എന്ന വ്യക്തവും ശക്തവുമായ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമല്ല, പാർട്ടിയിലെ യുവാക്കൾക്ക് പൊതുവെ ഒരു യങ്ങർ ജനറേഷന് ഉള്ളത്. ഇത് പറയാൻ യാതൊരു മടിയുമില്ല. കാരണം ഇത് ഞങ്ങൾ നേതാക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പൊതു മാനദണ്ഡം ഉണ്ടാകണം. കോൺഗ്രസ് അതിൽ എക്സംഷൻ അല്ലെ, പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിന് CPM ഒരു എക്സംഷനാണ് എന്ന് ധരിക്കുന്നത്. CPM എന്ത് ഒരു സംഘടനാ ചട്ടക്കൂടുള്ള പാർട്ടിയാണ്, കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. എന്നിട്ടും അവർ അവരുടെ അടിസ്ഥാന അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ 3 വട്ടമായവർ മാറണം, 2 വട്ടമായവർ മാറണം എന്നതിന് പലപ്പോഴും എക്സംഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിൽ മാത്രമല്ല പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതിന് ഏറ്റവും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എക്സാമ്പിൾ VS അച്യുതാനന്ദൻ്റെ ആണ് എന്ന നിലയിലാണ് KPC അധ്യക്ഷൻ ആ വാക്കുകൾ പറഞ്ഞത്. അത് പറയുമ്പോൾ അദ്ദേഹത്തിനും അത് പറയാനുള്ള ഒരു ധാർമ്മികതയുണ്ട്. KPC പ്രസിഡന്റ് VM സുധീരൻ ആകുന്നതിന് മുമ്പ് നിരന്തരം MLA ആയിട്ടും MP ആയിട്ടും ജയിച്ചു വന്നു. 2004 ഒരു പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് പാർട്ടി മത്സരിക്കാൻ പലവട്ടം ആവശ്യപ്പെട്ടതാണ്. ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇതിപ്പോൾ കോൺഗ്രസിലെ മാത്രം പ്രശ്നമല്ല. CPIM-ന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാതൽ 2 തവണ മത്സരിച്ച ആളുകൾക്ക് വീണ്ടും സീറ്റ് നൽകുന്നു എന്നുള്ളതല്ല, മറിച്ച് 2 തവണ മത്സരിച്ച ശേഷം ചിലർ മാത്രമായി ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് 2ഓ 3ഓ തവണ മത്സരിച്ചതിന് ശേഷം പാർലമെന്ററി രംഗത്ത് നിന്ന് മാറുക എന്നുള്ളത് ഇപ്പോൾ ഒരു പാർട്ടിയിലെയും ശീലമല്ലാതായി മാറിയിരിക്കുന്നു. VS അച്യുതാനന്ദനെ VM സുധീരൻ ഉപമിക്കുമ്പോൾ നമ്മളതിനെ കുറച്ച് കാണേണ്ട. അദ്ദേഹം 92ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായക്കൂടുതൽ കൊണ്ടാണ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കുന്നത്. അപ്പോഴും അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. ഇത് പൊതുസമൂഹത്തിലുള്ള വിമർശനം തന്നെയല്ലേ? ഇല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം വ്യത്യസ്തമാണ്. കോൺഗ്രസിനെ പോലെ ഒരു തവണ MLA ആയി കഴിഞ്ഞാൽ അയാളെ കാലാകാലം മരിക്കുന്നവരെ MLA ആയിരിക്കുക. എന്നിട്ട് ഐമനം സിദ്ധാർത്ഥനെ പോലെയുള്ള, അറിയാലോ, ഇന്ത്യൻ പ്രണയകഥയിലെ നായകൻ ഐമനം സിദ്ധാർത്ഥനെ പോലെയുള്ള ആളുകൾ ഈ അപ്പൂപ്പന്മാർ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെയൊക്കെ അവസ്ഥ ഏതാണ്, കൊല്ലാടൻ്റെയൊക്കെ. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആരെങ്കിലും ഒന്ന് കെട്ടിയെടുക്കുന്നവരെ, എന്നിട്ട് മാത്രം പ്രധാനപ്പെട്ട സ്ഥാനത്ത് വരാൻ പറ്റുക. ആ സമയത്ത് നമ്മുടെ കോഴിക്കോട് സാമൂതിരി പോലെ ഇവർക്ക് 80 വയസ്സായിട്ടുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുക ചില ആളുകൾ, ഇപ്പോൾ സാജു പോള് അല്ലെങ്കിൽ നമ്മൾ റാണി MLA, ഇങ്ങനെയുള്ള ചില ആളുകൾ അവിടെ അവരിന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ബാക്കിയുള്ള പല സ്ഥലത്ത് നിങ്ങളുടെ നാട്ടിൽ MP ജയരാജനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു തവണ മത്സരിച്ചു പിന്നെ മാറുന്നതാണ്. ഇപ്പോൾ VS-ന് ഈ പാർട്ടിയിലുള്ള പ്രാമാണിത്യം കണക്കിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയെ പോലെ 10 ഇലക്ഷൻ മത്സരിക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല, 5 ചെയ്തുള്ളൂ. ഇപ്പം ചില പ്രത്യേക സാഹചര്യത്തിലാണ് VS-നെ ഒളിച്ചിറക്കേണ്ടി വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു കാര്യത്തിൽ ലോജിക്കലായിട്ടുള്ള തീരുമാനം എടുക്കാതെ, അല്ലാതെ ആർക്കെങ്കിലും ഒരു സ്ഥാനം അവിടെ കൊടുത്ത് കാലാകാലം അവർ മത്സരിച്ചോട്ടെ എന്ന് വിചാരിക്കാറില്ല. അത്തരം ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി നിർബന്ധമാണ്, ഉമ്മൻചാണ്ടി നിൽക്കുക. കാരണം ഇത്തവണ ഉമ്മൻചാണ്ടിക്ക് അവിടുത്തെ ഒരു പുൽപ്പള്ളി മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട് ഭൂരിപക്ഷം കൂടാനേ സാധ്യതയുള്ളൂ. പക്ഷേ KC ജോസഫിന്റെ ഒന്നും കാര്യം അതല്ല. എത്ര പയ്യന്മാർ അവിടെ പുറ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ മാത്യുവിനെ പോലുള്ള ആളുകളില്ലേ, മാത്യുവിൻ്റെ ഒക്കെ വലിയൊരു കുഴപ്പം എന്താ പറയുക, മാത്യു ഈ ജനറേഷൻ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്, പാർലമെന്ററിയനായി വരേണ്ടതാണ്. മാത്യു ലോജിക്കലായിട്ടേ സംസാരിക്കുള്ളൂ. മാത്യു ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയോ ഗാലയ്ക്ക് വേണ്ടി പിന്നെ കളിക്കുകയോ ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള സത്യസന്ധതയുള്ള ചെറുപ്പക്കാർ കയറി വരണം. പക്ഷേ KC ജോസഫ് ഒന്നും അങ്ങനെയല്ല. അവർക്ക് വഴിമുടക്കിയായി ഇവർ നിൽക്കുന്നതാണ് പ്രശ്നം. ഇങ്ങനെ നിൽക്കുന്ന ആത്യന്തികമായി കോൺഗ്രസ് നിൽക്കണമെങ്കിൽ ഈ EPW ഒക്കെ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് ആനന്തര കാലഘട്ടമുണ്ട്. ഈ കോൺഗ്രസ് ആനന്തര കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാം രീതികളും ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പുതിയ രൂപത്തിൽ എന്ന് വെച്ചാൽ പെറോണിസ്റ്റുകൾ എങ്ങനെയാണോ പുതിയ രൂപത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ വന്നത്, അർജന്റീനയിൽ വന്നത്, അങ്ങനെയാണ് കോൺഗ്രസ് വരാൻ പറ്റുള്ളൂ. അതിന് മാത്യുവിനെ പോലുള്ള ചെറുപ്പക്കാർ വരണം. ഇവർ മരിക്കാൻ വേണ്ടി മാറിക്കരുത്. ഇവരെല്ലാം തന്നെ അഡ്യാനിൻ്റെയൊക്കെ പോലെ ചില കാര്യദർശി മണ്ഡലക്കായി മാറുന്നുണ്ട്. പുതിയ ജനറേഷൻ കൊണ്ടുവന്നാലേ കോൺഗ്രസ് നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പന്തളം സുധീരൻ ഇന്നലെ പറഞ്ഞ വിമർശനം VS അച്യുതാനന്ദനാണോ കൊള്ളുന്നത്? അദ്ദേഹം ഇന്ന് പ്രതികരിച്ചു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ കൊള്ളുന്നത് ഈ പാർട്ടിയിൽ നിരന്തരമായി വിന്നിംഗ് സീറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്കല്ലേ? ആ പതിവൊക്കെ മാറേണ്ടേ? ഈ നേതാക്കൾ യുവാക്കളായിരുന്ന സമയത്ത് 30 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അവസരം ലഭിച്ചവരാണ്. അവർ കഴിവ് തെളിയിച്ചു, അവർക്ക് ധാരാളം അവസരം കിട്ടി. ഇനി പുതിയ തലമുറ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ 30കളിൽ വന്നോ അതുപോലെ വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ടേ? അല്ല, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം, അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് ആത്യന്തികമായി ഹൈക്കമാൻഡാണ്.
ആ ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിക്കും. ഞങ്ങളുടെ പ്രദേശ് സെലക്ഷൻ കമ്മിറ്റി അതിന് പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കും. അത് ഓരോ കാലഘട്ടത്തിലും കഴിയുന്നത്ര യുവാക്കൾക്ക്, പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പ്രായം ബാധകമല്ല. പുതുമുഖങ്ങൾക്ക് നൽകണം, വനിതകൾക്ക് നൽകണം. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവർക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എന്നും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ CPM ഇപ്പോൾ സിനിമാ താരങ്ങളുടെ പിന്നാലെ പോകണം. എന്തൊരു ഗതികേടാണ് ഓടി നടന്ന്. ഞാൻ പറഞ്ഞല്ലോ, മിസ് കോൾ അടിച്ചാൽ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രവണതയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ കിട്ടാതെ ഉഴലുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥിതിയില്ല. പിന്നെ മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ശ്രീ ഫക്രുദ്ദീൻ അലി ഇവിടെ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും മരിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ്, പണ്ടൊക്കെ റഷ്യൻ USSRന്റെ പ്രധാന പ്രസിഡന്റ് മരിച്ചു അല്ലെങ്കിൽ സെക്രട്ടറി മരിച്ചു എന്നറിഞ്ഞ ഒരു മാസം കഴിഞ്ഞാണ് പുറം ലോകം അറിയുന്നത്. നമ്മുടെ പശ്ചിമ ബംഗാളിലെ അവിടെ ശ്രീ പന്തളം സുധാകരൻ ജനാധിപത്യമില്ലല്ലോ. നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ജനങ്ങൾക്കൊരു സേ ഉണ്ടാകുമല്ലോ. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ചെറുപ്പക്കാരെ അണിനിരത്തും. ശ്രീ VS സുധീരൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കൊണ്ടത് ശ്രീ അച്യുതാനന്ദനാണെന്ന കാര്യം യാതൊരു സംശയമില്ല. ശ്രീ പന്തളം സുധാകരൻ, ശരി, VS അച്യുതാനന്ദൻ 92ാമത്തെ വയസ്സിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി ഉചിതമായ തീരുമാനമെടുക്കാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിൽ ഈ തുടർന്നു വരുന്ന പ്രവണതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിമർശനം ഇല്ലാതാകുന്നില്ലല്ലോ. ഇവിടെ കോൺഗ്രസിലെ ചെറുപ്പക്കാർ കോൺഗ്രസ് തളരരുത് എന്ന പേരിൽ ക്യാമ്പയിൻ തുടങ്ങേണ്ടി വന്നിരിക്കുന്നു. മുൻപ് തെരഞ്ഞെടുപ്പുകളിലും ഇതേ തരത്തിലുള്ള മുറവിളി യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ളവർ ഉയർത്തിയിട്ടുണ്ടാകാം. പക്ഷേ അവർ ഈ സമ്മേളനം ചേരുമ്പോൾ ഞങ്ങളുടെ യൗവനം ഇരന്നു വാങ്ങിയ യയാദികളാകരുത്, മുതിർന്ന നേതാക്കൾ വഴിമാറി തരണം എന്നൊക്കെ അഭ്യർത്ഥിക്കുമെന്നല്ലാതെ അവരെ സംബന്ധിച്ച് ഫെയർ ആയിട്ടുള്ള, അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടേണ്ട ഒരു അക്കോമഡേഷൻ എപ്പോഴെങ്കിലും കൊടുക്കാറുണ്ടോ പാർട്ടി? എപ്പോഴും കൊടുക്കാറുണ്ടല്ലോ. കേരള നിയമസഭയുടെ ഇതിപ്പോൾ 13ാം നിയമസഭയല്ലേ അവസാനിക്കുന്നത്. ഓരോ നിയമസഭയും പരിശോധിച്ച് നോക്കുക. ഞാൻ 82 കാര്യം ഞാൻ പറയും. 82 എന്നെപ്പോലെയുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ, ശ്രീ KC ജോസഫ്, ബെന്നി ബഗനാൻ, അങ്ങനെയുള്ള ഒരു നേതൃനിര അന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അസംബ്ലിയിലേക്ക് വന്നപ്പോൾ മറുവശത്ത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെയുള്ള കാനൻ രാജേന്ദ്രൻ, CPI അങ്ങനെയുള്ള നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എണ്ണം നോക്കുമ്പോൾ ആ നിയമസഭയിൽ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരെ അണിനിരത്തി കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആണ്, ഒരു സംശയമില്ല. അന്ന് ലീഗും ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ അന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത അന്നത്തെ MLA-മാരാണ്. അപ്പം ഓരോ കാലഘട്ടത്തിലും. പിന്നെ മറ്റൊന്ന്, ഇവിടെ ശ്രീ KC ജോസഫ് 8ാം തവണ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞല്ലോ. ആ 8ാമത്തെ തവണയും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ജനങ്ങൾ ജയിപ്പിച്ചാൽ ആ ജനങ്ങളെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഓരോ വർഷവും ജയിക്കും. ഇപ്പോഴത്തെയും ഏറ്റവും വലിയ, കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അത് ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ഇപ്പോൾ അച്യുതാനന്ദൻ മലമ്പുഴയിൽ പോയി നിന്ന് മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹത്തോടുള്ള വിശ്വാസം തന്നെയാണ്. അപ്പോൾ പ്രായം പൊതുപ്രവർത്തനത്തിനൊരു ബാധകമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് നീതിയും നിലപാട് വിശദീകരിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര യുവാക്കളെ മത്സരിപ്പിച്ച് MLA ആക്കി നിങ്ങളുടെ പാർട്ടി? PK ജയലക്ഷ്മി, IC ബാലകൃഷ്ണൻ, VT ബൽറാം, സജീന്ദ്രൻ, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്ന ആ നേരം വരെ അത്രമേൽ പ്രസക്തരല്ലാതിരുന്ന ആളുകളാണ്. വിഷ്ണുനാഥിനെ പോലുള്ള ആളുകൾക്ക് വീണ്ടും അവസരം കൊടുക്കുന്നു. ജയിക്കാത്തവരുടെ പട്ടിക വേറെയും. ഇങ്ങനെ യുവാക്കളെ സംബന്ധിച്ച് പരിഗണന കിട്ടുന്നുണ്ടല്ലോ. ചില നേതാക്കൾ, വിരലിലെണ്ണാൻ കഴിയുന്ന ചില നേതാക്കൾ അവരുടെ മണ്ഡലങ്ങളിൽ നിരന്തരമായി മത്സരിക്കുന്നു എന്നതുകൊണ്ട് കോൺഗ്രസ് വലിയ തോതിൽ യുവാക്കളെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ളവർ ഉന്നയിക്കുന്നതിൽ എന്താണ് കഥ? അഭിലാഷ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ഒരു ക്ഷമയോടൊന്ന് കേൾക്കാൻ തയ്യാറാകണം. നമ്മളിവിടെ ഈ ചർച്ച പലപ്പോഴും ചെയ്യുമ്പോൾ യുവാക്കളെ അക്കോമഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യുവാക്കൾക്കൊരു അവസരം കൊടുക്കണം, അവരിങ്ങനെ പെരനിറഞ്ഞ് നിൽക്കുകയാണ് എന്ന പോലെ സംസാരിച്ച് ഈ പാർട്ടിയിലെ മുഴുവൻ യുവാക്കളെയും അപമാനിക്കരുത്. ഞങ്ങൾ പറയാൻ പറയുന്നത് ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞതിൻ്റെ ഒന്ന് കൂട്ടി ചേർത്ത് വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾ വരണമെന്ന് പറഞ്ഞത്? അഭിലാഷ്, ഈ പാർട്ടിയുടെ തിങ്കിങ് പ്രോസസ്സിൽ ഒരു പുതിയ ജനറേഷൻ്റെ തോട്ട്സ് കടന്നു വരണ്ടേ? ഈ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു പുതിയ കൺസെപ്റ്റ് കടന്നു വരണ്ടേ?
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിന്തയിലും പ്രവൃത്തിയിലും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളിലും പുതിയ തലമുറയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ശരിയാണ്. എൻ്റെ ഏറെ ബഹുമാനായ കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിരന്തരം ജയിക്കുന്നത് വ്യക്തികളാണ് എന്ന് പറയരുത്. അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. പാർട്ടിയാണ് ജയിക്കുന്നത്, കൈപ്പത്തിയാണ് ജയിക്കുന്നത്, കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. ദേ ആർ റെപ്രസെന്റിങ് ദ പാർട്ടി. അല്ലാണ്ട് അത് അവരുടെ മാത്രം ചില കോൺസ്റ്റിറ്റ്യുവൻസി എക്സെപ്ഷനിലായിരിക്കാം, ചിലരുടെ മിടുക്കുണ്ടാവും, കഴിവുണ്ടാവും. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇന്ന വ്യക്തികൾ ഇന്ന ആളുകൾ എന്നുള്ളതല്ല. ഇതിൻ്റെ അകത്തേക്ക് ഈ പാർട്ടികളിൽ എല്ലാത്തിലും VS അച്യുതാനന്ദന് പകരം ഒരു വളരെ യങ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലേക്ക് കടന്നു വന്നിരുന്നതെങ്കിൽ ഈ കാഴ്ചപ്പാടല്ല രാഷ്ട്രീയത്തിന്, ഈ പ്രവർത്തന ശൈലിയല്ല രാഷ്ട്രീയത്തിന്. കേരളത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയത്തെയും ഒരുപക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന പുതിയൊരു ലീഡർഷിപ്പ് ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രൂപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ രൂപത്തിൽ കോൺഗ്രസിലോ ഉണ്ടാകും. അത് ഈ സംസ്ഥാനത്തിനാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ ഇത്രയും ചെറുപ്പക്കാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഒരു വനിതാ മന്ത്രി ഈ സംസ്ഥാനത്തുണ്ടായത്. ജയലക്ഷ്മി കടന്നു വന്ന് രാഹുൽ ഗാന്ധിയുടെ നോമിനിയായിട്ട് മാത്രം ഞാൻ MLA-മാരായി കടന്നു വന്നവരിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ VT ബൽറാം, ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, ദേ റെപ്രസെന്റ് എ ന്യൂ ജനറേഷൻ. ഡെഫിനറ്റ്ലി അവരുടെ പ്രവർത്തന ശൈലിയിലെ വ്യത്യാസമുണ്ട്, അവർ കൊണ്ടുവരുന്ന ചിന്തകൾക്ക് വ്യത്യാസമുണ്ട്. ആ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി യുവാക്കളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് മാത്യു കുഴൽനാടൻ്റെ അക്കോമഡേഷൻ അല്ലെങ്കിൽ മറ്റൊരു യുവ നേതാവിൻ്റെ അക്കോമഡേഷൻ ഞങ്ങൾ പെര നിറഞ്ഞു നിൽക്കുകയാണ്, ഞങ്ങളെ കെട്ടിച്ചു ഇതില്ല. ഞാൻ പറയുന്നത് അങ്ങനെ പാർട്ടികൾക്ക് മാറാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ യുവാക്കൾ പൊളിറ്റിക്സിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. വൈ? അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു റെപ്രസെന്റേഷൻ അല്ല പൊളിറ്റിക്സിലുള്ളത്. അല്ലാതെ എന്തുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇടപെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ ഒക്കെ നിയമസഭയിൽ എത്തുന്നതിന് സഹായിച്ചു എന്ന് താങ്കൾ പറയുന്നു? മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വളരെ ചെറുപ്പക്കാരായ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, അഖിലേഷ് യാദവും ദേവേന്ദ്ര ഫട്നാവിസും മറ്റുള്ളവരുമൊക്കെ. ഇവിടെയും അതുപോലെ ഇപ്പോഴുള്ള നേതാക്കളെക്കാൾ പ്രായം കുറഞ്ഞ നേതാക്കൾ താക്കോൽ സ്ഥാനങ്ങളിൽ വേണം എന്നൊക്കെ ആർജവത്തോടുകൂടി വാദിക്കാനും അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ പരിഹാരമുണ്ടാക്കാനും നിങ്ങളെ സംബന്ധിച്ച് കഴിയുന്നുണ്ടോ? AK ആന്റണിയൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രി ആയതാണ്. പക്ഷേ അതുപോലെ പിന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോ ഉണ്ടാകുന്നില്ലല്ലോ കേരളത്തിൽ. അല്ല, തീർച്ചയായിട്ടും അതിന് ഒരു നമുക്കിപ്പോൾ ഇതിനൊരു പാർട്ടിക്കത്തൊരു റിവോൾട്ട് പോലെ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളൊക്കെ വളരെ ശക്തമായി ഈ അഭിപ്രായം പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനായ ശ്രീ AK ആന്റണിയും KPCC പ്രസിഡന്റ് VM സുധീരൻ അടക്കമുള്ളവർ അതിനോട് ഒരു പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട്. വി ആർ ഹോപ്പ്ഫുൾ. അവരെ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും, ഇഫ് യു ഫെയിൽ ടു റിഫ്ലക്ട് ദ ആസ്പിറേഷൻസ് ഓഫ് ദ യൂത്ത്, യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. അത് പാർട്ടി എന്ന വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാരെ പരിശോധിച്ചാൽ മതി. ദേ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ പോളിറ്റിക്സ്. ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രാഷ്ട്രീയത്തോടൊരു വിരക്തി ഉണ്ടായത് എങ്ങനെയാണ്? അവരുമായി ബന്ധപ്പെടുന്ന, അവരുടെ ശൈലിയുമായി ബന്ധപ്പെടുന്ന, അവരുടെ ചിന്തകളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സ് ഉണ്ടാവുന്നില്ല. ഒരാൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കണ്ടിന്യൂസ് ആയി ജയിക്കുന്നു എന്നതിനർത്ഥം അയാൾക്ക് ജയിക്കാൻ കഴിയുമെന്നല്ല. വ്യക്തമാണ് ശ്രീ മാത്യു കുഴൽനാടൻ ആ നിലപാട്. ശ്രീ MP രാജേഷ്, ഇക്കാര്യത്തിൽ 3 തവണ മത്സരിച്ച TN പ്രതാപൻ മാറി നിൽക്കുന്നത് VS അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കൾക്ക് മാതൃകയാണ് എന്നാണ് ഇന്നലെ VM സുധീരൻ പറയുകയുണ്ടായത്. അതിന് ന്യായമുണ്ട്. അദ്ദേഹം 92ാമത്തെ വയസ്സിലും വീണ്ടും പാർലമെന്ററി രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ കരിയർ തുടരുകയാണ്. റിട്ടയർമെന്റ് പ്രായം പാർട്ടി കമ്മിറ്റികളിൽ വരെ ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അക്കാര്യമില്ലാത്തത്? അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, VM സുധീരൻ അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ VS-നെ ഉദ്ദേശിച്ചല്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. VS CPM നേതാവായതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് AK ആന്റണിയെയും വയലാർ രവിയെയും പോലെയുള്ള നേതാക്കളെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് അവിടെ കൊള്ളാൻ വേണ്ടിയാണ് VS-നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം ശ്രീ TN പ്രതാപൻ ഞാൻ പത്രത്തിൽ കണ്ടത് ഇത്തവണ മാത്രം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതായിട്ടാണ്. ഇത്തവണ മാത്രം എന്നാണ്. യഥാർത്ഥത്തിൽ TN പ്രതാപൻ നല്ല കോമൺ സെൻസ് ഉള്ള, യാഥാർത്ഥ്യബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്, ബുദ്ധിയുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് അതിനർത്ഥം. കാരണം ഇത്തവണ മത്സരിച്ചാലും സ്ഥിതി മോശമാണ് എന്ന്, അത്ര ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് എന്നതുകൊണ്ട് ശ്രീ TN പ്രതാപൻ ഈ പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷവും കിട്ടും,
ഒരു ത്യാഗിയാണ് എന്ന ഒരു പരിവേഷവും കിട്ടും. എന്നാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ വീണ്ടും ഇത് മത്സരിക്കുകയും ചെയ്യാം എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നു. പിന്നെ വി എസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, വി എസ് കേരളത്തിൽ തലമുതിർന്ന നേതാവാണ്. വി എസിനെ പോലുള്ള ആളുകളെ മത്സരിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ പാർട്ടി ആലോചിക്കുന്നുണ്ട്. പ്രഖ്യാപനം വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രായത്തിന്റെ കണക്കുകൂട്ടലുകൾക്കും അതുകൊണ്ട് അളക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ലല്ലോ വി എസിന്റേത്. വി എസ്, പിണറായി തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കളാണ്. അപ്പൊ സുധീരന് ആന്റണിയോടോ വയലാർ രവിയോടോ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വി എസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. വി എസ് മത്സരിക്കണം എന്ന് ഞങ്ങളുടെ പാർട്ടി ആലോചിക്കുന്നത് ജനങ്ങളാകെ, സഖാക്കളാകെ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. വി എസിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ മറ്റൊരു നേതാവിന്റെ ഇഷ്ടപ്രകാരമല്ല അവരാരും മത്സരിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. ഇവിടെ ആന്റണിയെ പോലെ അല്ലെങ്കിൽ ടി എൻ പ്രതാപനെ പോലുള്ള ആളുകൾ ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല, അടുത്ത തവണ നോക്കാം എന്നൊക്കെ പറയുന്ന കോൺഗ്രസിലെ രീതിയല്ല ഞങ്ങളുടേത്. വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതും. അപ്പോൾ മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതൊക്കെ പാർട്ടി പൊതുവിലെടുക്കുന്ന പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. ശരി, അതാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ, നേരത്തെ ശ്രീ മാത്യു പറഞ്ഞ കാര്യം വളരെ പ്രസക്തമല്ലേ? ഒരു മണ്ഡലത്തിൽ വ്യക്തിയാണോ ജയിക്കുന്നത്? ഇരിക്കൂർ മണ്ഡലത്തിൽ ജയിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിപ്പോൾ ആര് മത്സരിച്ചാലും അതങ്ങനെ തന്നെ. ആ നിലയ്ക്ക് പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ചില നേതാക്കൾ കുത്തക ഉണ്ടാക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് പാർട്ടിയിലേക്ക് പുതിയ ചെറുപ്പക്കാരെ, യുവരക്തത്തെ ആകർഷിക്കുക എന്ന് മാത്രമല്ല, ഇന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് കേവലം ഒന്നോ രണ്ടോ വ്യക്തികളുടെ പ്രശ്നവുമല്ല. കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എ കെ ആന്റണി ആകട്ടെ, വയലാർ രവി ആകട്ടെ, ഉമ്മൻചാണ്ടി ആകട്ടെ, പാർലമെന്ററി രാഷ്ട്രീയത്തിലെ അവരുടെ കരിയറിന് ഒരു ഇടവേള വരുന്നതേയില്ല. അല്ല, അത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത്. ഇവിടെ അടുത്ത കാലത്ത് ശ്രീ എ കെ ആന്റണി തന്നെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട എ കെ ആന്റണി പറഞ്ഞത് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കാലാവസ്ഥ മാറിയിരിക്കുന്നു, സാഹചര്യം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കുഴൽനാടൻ പറഞ്ഞതും കൂടെ ചേർന്നാണ്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഈ പുതിയ ജനറേഷൻ ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനോട് വളരെയധികം വിമുഖത കാണിക്കുന്നു. അത് അപകടകരമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന, അവരുടെ വികാരം യഥാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതൃനിര ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നൊരു സംശയം ചെറുപ്പക്കാർക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഓരോ നിയോജക മണ്ഡലവും ഓരോ പാർട്ടിയുടെ കുത്തകയാണ്. ഇപ്പം മലമ്പുഴ CPM-ന്റെ കുത്തകയാണ്, ഇപ്പം പുതുപ്പള്ളി കോൺഗ്രസിൻ്റെ കുത്തകയാണ്. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ, ആ പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വ്യക്തിക്കുമുണ്ട്. വ്യക്തിയും കാര്യം അതുകൊണ്ടാണല്ലോ ഭിന്നബിലിറ്റി എന്ന് ഓരോ സ്ഥാനാർത്ഥി. ഇപ്പോൾ സിനിമാ താരങ്ങളെ എന്തിനാണ് CPM തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ചില പാർട്ടികൾ, എല്ലാ പാർട്ടിയും ചിലപ്പോൾ സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളുടെയും പുറകെ പറയുന്നുണ്ട്. അവിടെ ഭിന്നബിലിറ്റിയാണ്. പാർട്ടിക്ക് അതീതമായും കുറേ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണെങ്കിൽ അവരെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കുത്തകയാകുന്നത് എപ്പോഴും പാർട്ടിയാണ്, മുന്നണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ തീർച്ചയായും ചെറുപ്പക്കാർ ഒരു അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും പാർട്ടി ഫോറങ്ങളിലായാലും, ഇപ്പോൾ CPM-ന്റെ ഒരു സ്ഥിതി എന്താണ്? പോളിറ്റ് ബ്യൂറോയിൽ പണ്ടൊക്കെ 80 കഴിഞ്ഞവരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിരന്നിരിക്കാറുള്ളത്. ഞങ്ങൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അതേസമയം 35 വയസ്സ് മുതൽ മേളോട്ടുള്ളവരും പല കാലങ്ങളിലും ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സത്യത്തിൽ ഒരു പുതിയ, അതുപോലെ അതിനു മുമ്പ് രാജീവ്ജിയുടെ നേതൃത്വം, ഇതൊക്കെ ഒരു പുതിയ ഒരു പ്രതീക്ഷയും ഒരു ചൈതന്യവും ഞങ്ങളുടെ നേതൃനിരയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പാർട്ടി അങ്ങനെ ചിന്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനൊരു കാര്യമുണ്ട്. കോൺഗ്രസിന് ഒരു പ്രത്യേകത, ഈ CPM പോലെ, എനിക്ക് സത്യം പറഞ്ഞാൽ CPM-ന്റെ ആ കാര്യത്തിൽ അസൂയുണ്ട്. CPM ഒരു നിലപാടെടുക്കുന്നു 2 വർഷം അല്ലെ 3 ടൈം എന്ന് പറഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് വിഷമമില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു വലിയ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഒരു നാഴിയിൽ മറ്റൊരു നാഴി ഇറങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൽ ആരാണ് ഈ തീരുമാനം എടുക്കേണ്ടത്? കേരളത്തെ സംബന്ധിച്ചുള്ള ആ തീരുമാനം ഫൈനലായിട്ട് എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിനെ ചാരുന്നത് എന്തിനാണ് ശ്രീ പന്തളം സുധാകരൻ? കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമ്പോൾ ആ പാർട്ടിയിലെ ജനാധിപത്യം എന്നുള്ളത് പാർലമെന്ററി രാഷ്ട്രീയത്തിലുള്ളവർ എല്ലാ കാലത്തും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണല്ലോ. എ കെ ആന്റണി
അദ്ദേഹം ഇത്തവണയും രാജ്യസഭയിലേക്ക് പോയി. കെ ആന്റണിക്ക് വേണമെങ്കിൽ നിലപാടെടുക്കാമായിരുന്നുവല്ലോ. ഞാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി തുടരാൻ ആഗ്രഹിക്കുന്നു സംഘടനാ രംഗത്ത് എന്നുള്ള നിലപാട് വേണമെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാം. പകരം കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പോകട്ടെ എന്ന് വേണമെങ്കിൽ കെ ആന്റണിക്ക് പറയാം, വയലാർ രവിക്ക് പറയാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇത്തവണ ഞാനല്ല എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ നയിക്കട്ടെ എന്ന തീരുമാനം എടുത്തത് നടപ്പാക്കാം. ഇതിനെ നിങ്ങൾ ഹൈക്കമാൻഡിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ചാരണ്ട. വ്യക്തികൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ ഇത്. അതല്ല, പാർട്ടിയുടെ പൊതുവായ ഒരു തീരുമാനം വ്യക്തികൾ എടുക്കുന്ന തീരുമാനത്തേക്കാൾ പ്രാധാന്യമുണ്ട്. വ്യക്തി ഇപ്പോൾ ഒരു എ എന്ന വ്യക്തി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ മത്സരിപ്പിച്ചാൽ ജനം വോട്ട് ചെയ്യും എന്നൊരു ധാരണ, ബോധ്യം ഒരു പാർട്ടിക്കുണ്ടായാൽ തീർച്ചയായും പാർട്ടി അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തും. അതുപോലെ ഒരു ലീഡർഷിപ്പ് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരാളാണ് നേതൃനിരയിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സാണ്. ഞങ്ങൾ ശ്രീ എ കെ ആന്റണി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സ്റ്റാർ ക്യാമ്പയിനാണ്. കാരണം അഴിമതിരഹിതമായ ആദർശാത്മകമായ ഒരു മുഖം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ശ്രീ എ കെ ആന്റണിയിലൂടെയാണ്. അതുപോലെ കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി വികസനത്തിൻ്റെ ഒരു തേരോട്ടം നടത്തുന്ന 24 മണിക്കൂറും ജനങ്ങളോട് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്. അവരൊന്നും തെരഞ്ഞെടുപ്പിൽ നിന്നും അവർക്കൊരു എണ്ണം ഒരു ബാധകമാണ് എന്ന് ഞാൻ കരുതുന്നില്ല, ആരും കരുതുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം ഇതോടൊപ്പം തന്നെ ഒരു ബാലൻസിങ് എന്നുള്ള നിലയിൽ കഴിയുന്നത്ര പുതു രക്തങ്ങളെയും കടത്തിവിടാനുള്ള ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ അത് ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ എ കെ ആന്റണി ആകട്ടെ, വി എസ് അച്യുതാനന്ദനാകട്ടെ, വയലാർ രവി ആകട്ടെ, ഉമ്മൻചാണ്ടി ആകട്ടെ, ഇങ്ങനെയുള്ള നേതാക്കളൊക്കെ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ വേണം. അവർ അനിവാര്യരാണ് എന്ന് ജനങ്ങൾ കൂടി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്ര പ്രഭാവമുള്ള ഈ നേതാക്കൾ വീണ്ടും വീണ്ടും ആ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പാർട്ടികളുടെ വിശദീകരണം. അല്ല, അങ്ങനെയൊന്നും അല്ലത്. അഭിലാഷ് പറഞ്ഞ പോലെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യണം, പുതുപ്പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇരിക്കുന്നൊക്കെ മാറിയിട്ട് ബലാബലം നിൽക്കുന്ന കൊയിലാണ്ടി പോലെയുള്ള ബാലുശ്ശേരി പോലെയുള്ള മണ്ഡലത്തിൽ പോയിക്കൂ. എന്നിട്ട് നിങ്ങൾ അത്രത്തോളം ജനങ്ങൾക്ക് വേണമെന്നാണ് ജനങ്ങളുടെ തോന്നലെങ്കിൽ സ്വാഭാവികമായിട്ടും LDFന് വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കും. അതല്ലല്ലോ കാണുന്നത്. ഇതെന്താണ്, ചില മണ്ഡലങ്ങളിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവർ വന്നു വിടുന്നു. ഇപ്പോൾ ഇരിക്കൂരാണ് ഇത് ഒരു ക്ലിനിക്കൽ കേസ് എന്ന ഇരിക്കൂറാണ്. ഇരിക്കൂരിൽ കോൺഗ്രസിന്റെ ഇനത്തിൽ ആര് മത്സരിച്ചാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു സാമുദായികമായിട്ടുള്ള അവിടുത്തെ ചരിത്രം അങ്ങനെ തന്നെ, സാമുദായികമായിട്ടുള്ള സമവാക്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മണ്ഡലത്തിൽ എന്തിനാണ് ഇയാൾ ഇങ്ങനെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു സ്ഥാനത്തെ സ്വന്തം കുത്തകയാക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വഴി അടക്കുകയാണ്. കാരണം അവർക്കറിയാം മറ്റുള്ള ഒരാൾക്ക് വഴി തുറന്നു കൊടുത്താൽ ഞങ്ങൾക്ക് ഇനി ചാൻസ് ഇല്ല. കാരണം അവരുടെ രാഷ്ട്രീയം അവർ നിരന്തരം പുതുക്കാത്തത് കൊണ്ട് അത് കാലഹരണപ്പെട്ട രാഷ്ട്രീയമാകുന്നു. ഇപ്പം ഉമ്മൻചാണ്ടിയോ അതല്ലെങ്കിൽ വയലാർ രവിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് എ കെ ആന്റണിയോ അവരുടെ 20കളിൽ ഉയർന്ന സ്ഥാനങ്ങളിലെത്തി. ശരിയാണ്. ഇപ്പൊ MP രാജേഷ് ഇന്നത്തെ ഒരു ജനറേഷനെ പ്രതിനിധീകരിക്കുന്ന പോലെ അല്ലെങ്കിൽ മാറ്റി പ്രതിനിധീകരിക്കുന്ന പോലെ അവർ പ്രതിനിധീകരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അവരുടെയൊക്കെ നാവെന്ന് വരുന്ന വാക്ക് വെച്ചാൽ എനിക്കൊക്കെ കേട്ടാൽ ചിരിയാണ് വരിക. കാരണം എൻ്റെ വാപ്പാൻ്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയം, അതിനുശേഷം രാഷ്ട്രീയം ഒരുപാട് മാറി. ഈ പണ്ടത്തെ രാഷ്ട്രീയം പറഞ്ഞ് അതിനെ പോലെ വികസനം എന്നൊന്നും ലേവലൊട്ടിച്ചുകൊണ്ട് വികസനവാദി ആവില്ല. അതിന് ബൽറാമിൻ്റെ MP രാജേഷിൻ്റെയൊക്കെ വീക്ഷണം വേണം. അതാണ് ഇല്ലാത്തത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഓരോരോ രാഷ്ട്രീയ പാർട്ടിയും കാലോചിതമായി മാറേണ്ടതുണ്ട്. അത് മാറുന്നത് എങ്ങനെയാണ്? പുതിയ കാലഘട്ടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള യുവത്വത്തെ ഉൾച്ചേർത്തുകൊണ്ടാണ്. ആ ഉൾച്ചേർത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പാർട്ടി കാലഹരണപ്പെടും. ഇതാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും. LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞുള്ള വലിയ ഒരു പ്രത്യേകത, അവർ മുതിർന്ന നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ജൂനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്കും ഒരേ സമയം തുല്യ പ്രാധാന്യം കൊടുക്കുകയും പിണറായി വിജയനെ പോലുള്ള ആളുകൾ തന്നെ ഒരു തവണ 2 തവണ മത്സരിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള സാഹചര്യം. അതുകൊണ്ട് നമുക്ക് മുതിർന്നവരെയും അതുപോലെ തന്നെ ന്യൂ ജനറേഷനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു പാഠമാണ് പല കാര്യങ്ങളും ഇവർ പഠിക്കുന്നുണ്ട്. LDF എന്ന് പറയുന്നു. അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ CPM എന്ന് പഠിക്കേണ്ടത് ആ ഒരു പാഠമാണ്. ശരി, അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ MP രാജേഷ്, ഈ യുവ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെയാണ് എല്ലാവരും കൂടുതൽ കുറ്റപ്പെടുത്തുക എങ്കിലും കഴിഞ്ഞ തവണത്തെ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുക്കൂ. ശരാശരി പ്രായം 53 വയസ്സാണ്. കോൺഗ്രസ് MLA-മാരുമായി താരതമ്യം ചെയ്താൽ കുറവ് യുവ MLA-മാരെ നിയമസഭയിലേക്ക് എത്തിച്ചിട്ടുള്ളതും ഇടതുപക്ഷമാണ്. എന്തുകൊണ്ടാണ് യുവത്വത്തിന് ഇത്ര കുറഞ്ഞ പ്രാതിനിധ്യം കിട്ടുന്നത്? അല്ല, CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൊതുവിൽ ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിയാണ്, അതുപോലെ LDFുമാണ്. കഴിഞ്ഞ തവണ നിങ്ങൾ വിജയിച്ച MLA-മാരുടെ ശരാശരി പ്രായമാണ് പറയുന്നത്, മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായമല്ല.
ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് യുവ MLA-മാരുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞു പോയിട്ടുള്ളത് എന്നതാണ് വസ്തുത. മത്സരിച്ച കുറേ പേർക്ക് വിജയിക്കാനായില്ല. അതേസമയം അന്ന് യുവജന നേതാവായിരുന്ന ശ്രീരാമകൃഷ്ണൻ, അതുപോലെ വിദ്യാർത്ഥി നേതാവായിരുന്ന R. രാജേഷ് തുടങ്ങിയവരെല്ലാം അന്ന് ജയിച്ചു വന്നതാണ്. ആ സാഹചര്യത്തിലും നിങ്ങൾ നോക്കൂ, പാർലമെന്റിലേക്കായാലും നിയമസഭയിലേക്കായാലും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ എന്നും പരീക്ഷിച്ചിട്ടുള്ളത് 26-ാമത്തെ വയസ്സിലാണ് സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ അങ്ങനെ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തത് കൊണ്ടാണല്ലോ ഞാൻ പാലക്കാട്ട് നിന്ന് MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. PK ബിജു വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോഴാണ് മത്സരിപ്പിക്കുന്നത്. രാജ്യസഭയിലേക്ക് പോലും ചെറുപ്പക്കാരെ, മുതിർന്നവരുടെ സഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയിലേക്ക് P. രാജീവിനെയും KN ബാലഗോപാലിനെയും പോലുള്ള താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പറഞ്ഞയച്ചിട്ടുള്ള മറ്റൊരു പാർട്ടി ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ബംഗാളിൽ നിന്ന് SFIയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള 30കളിൽ നിൽക്കുന്ന ഋതബ്രത ബാനർജി രാജ്യസഭയിലെ CPIM-ന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുകയും അവരെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിലേക്ക്, ചുമതലകളിലേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത് CPIM-ആണ്. ഒരുപക്ഷെ CPIM തുടങ്ങി വെച്ചത് കൊണ്ടാണ് കോൺഗ്രസിലെ പലർക്കും ഇത്തരം, പ്രത്യേകിച്ച് കോൺഗ്രസിലെ യുവാക്കൾക്കെല്ലാം ഇങ്ങനെ ഒരു മുറവിളി അവർക്ക് കൂട്ടാൻ തന്നെ സഹായകരമായത്. നോക്കൂ, CPIM-നെ നോക്കൂ, LDF-നെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരെല്ലാം അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ CPIM ചെറുപ്പക്കാരെ പരിഗണിക്കുന്നില്ല എന്നത് തെറ്റായിട്ടുള്ള വാദം. ഇവിടെ എനിക്ക് തോന്നുന്നു ഫക്രുദ്ദീൻ തന്നെ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല. ഫക്രുദ്ദീൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഇക്കാര്യത്തിൽ പഠിക്കാനുണ്ടെങ്കിൽ കോൺഗ്രസ് CPIM-ൽ നിന്ന് പഠിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിരീക്ഷണമാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും ഞങ്ങളോട് വിയോജിക്കുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, അതുപോലെ തന്നെ താരതമ്യേന വനിതകളെ, ഇപ്പോൾ കഴിഞ്ഞ തവണ UDF-ന് ഭൂരിപക്ഷം കിട്ടിയിട്ടും ആകെ ഒരൊറ്റ വനിതാ MLA അല്ലേ ഉണ്ടായിരുന്നത്. എന്നാൽ ഭൂരിപക്ഷം കിട്ടാതിരുന്ന LDF-ൽ നിന്നല്ലേ കൂടുതൽ വനിതാ MLA-മാരുള്ളത്. അപ്പോൾ വനിതകൾ, ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെയെല്ലാം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് CPIM-ആണ് എന്നതൊരു വസ്തുതയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ വിജയിക്കുന്ന യുവാക്കളൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്ന പ്രശ്നമുണ്ട്. യുവാക്കളായിരിക്കുമ്പോൾ MLA-മാരാകുക, പിന്നീട് അവർ ഒരുപാട് മുതിരണം, 32-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 26-ാമത്തെ വയസ്സിൽ MLA-മാരായ ആളുകൾ പിന്നീട് മന്ത്രിമാരാകുന്നത് അവരുടെ 70-ാമത്തെ വയസ്സിലാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ 32-ാം വയസ്സ് മുതൽ KC ജോസഫ് മത്സരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മന്ത്രിയാവുന്നത് ഇപ്പോഴാണ്. ഈ യുവാക്കൾ, യുവ പ്രാതിനിധ്യം എന്നൊക്കെ പറയുമ്പോഴും ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക്, താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോഴും തടസ്സങ്ങളില്ലേ? സ്വാഭാവികമായിട്ടും തടസ്സങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ കുറച്ച് ഭേദപ്പെട്ട റെക്കോർഡ് കോൺഗ്രസിനുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മന്ത്രിയാവുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പറയുന്ന AK ആന്റണി. ഇപ്പം CPM-ന്റെ കാര്യത്തിലാണെങ്കിൽ അവരെടുക്കുന്ന നിലപാട് പക്ഷേ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം മന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ച് പ്രവൃത്തി പരിചയവും മെച്യൂരിറ്റിയും വേണം. അല്ലാതെ ഏതെങ്കിലും ചെറുപ്പക്കാരനെ പിടിച്ച് നമ്മൾ മന്ത്രിയാക്കി കഴിഞ്ഞുള്ള പ്രശ്നം നമ്മൾ അനൂപിന്റെ കേസ് പോലെ ഇപ്പം രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ആന്റണിയോ അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പോലും അനൂപിന്റെ കേസ് നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി, ഒരു ടൈമൊക്കെ ഇടുന്നത് എന്താണ് സഭയിലെ പരിപാടികൾ എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗ്രൂം ചെയ്ത് കൊണ്ടുവരണം നമ്മളിവരെ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ അനൂപിനെയൊക്കെ പോലെ ഒന്നെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നു ആരെങ്കിലും അച്ഛൻ്റെയൊക്കെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ വന്നിട്ട് കുറേ കാലം ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് അംഗമായി ചൊറി കുത്തിയിരുന്നു ഒന്നും ആകാതെ പോവുകയോ, അല്ലെങ്കിൽ ജോസഫിനെ പോലെ 70-ാം വയസ്സിലെ മന്ത്രിയാകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിലൊരു കൃത്യമായ സിസ്റ്റം വേണം. ഇത്രാം വയസ്സിൽ നമുക്ക് പരമാവധി ആളുകളെ, ഈ ഒരു പ്രായത്തിലുള്ള ആളുകളെ കൊണ്ടുവരണം. അതിൽ ഇത്രാമത്തെ വയസ്സിൽ അവരെ മന്ത്രിസഭയിൽ എടുക്കുന്ന ആളുകളുടെ ഒരു ഏജ് ലിമിറ്റ് ഇത്ര ആയിരിക്കണം. അത് എക്സെപ്ഷണൽ കേസ്, ഇപ്പോൾ VS-ന്റെ കേസ് പോലെയുള്ള കേസുകൾ വന്നാൽ അതിൽ മുതിർന്നവരെ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ പാർട്ടിക്കും വളരെ കൃത്യമായിട്ട് അതാത് കാലഘട്ടത്തിന്റെ റെപ്രസെന്റേഷൻ ആകാൻ പറ്റും. ഇത് ലീഡർഷിപ്പിലും വളരെ പ്രധാനമാണ്. ഇപ്പോൾ CPM-നെ പറ്റി പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പോളിറ്റ് ബ്യൂറോയിൽ പ്രായം കൂടിയ ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ്. ഇപ്പം വൃന്ദനെ പോലെയുള്ള താരതമ്യേന പ്രായം കുറഞ്ഞ ആളുകളുണ്ട്. MP രാജേഷൊക്കെ അടുത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ ലീഡർഷിപ്പിലും പ്രായം കുറഞ്ഞ ആളുകളെ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായി സ്വന്തം കാലഘട്ടത്തോട് സംവദിച്ചുകൊണ്ടായിരിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് പോകേണ്ടത്. അത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പാറ്റേൺ അവർ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. ഇതിൽ ശ്രീ MP രാജേഷ്, കാലം കഴിയും തോറും യുവ പ്രാതിനിധ്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമൊക്കെ താരതമ്യേന അവരുടെ ചെറിയ പ്രായത്തിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയ ആളുകളാണ്. പക്ഷേ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ നോക്കൂ,
എന്തുകൊണ്ടാണ് അവിടെ സീതാറാം യെച്ചൂരിയുടെയോ പ്രകാശ് കാരാട്ടിൻ്റെയോ അവർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രായമുള്ള ആളുകൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഇല്ലാത്തത്? ഇനിയിപ്പോൾ കേരളത്തിൽ ഇടതുമുന്നണി ജയിക്കുകയാണ് എന്ന് വയ്ക്കുക, മുഖ്യമന്ത്രിയാക്കാനുള്ള ആദ്യത്തെ പ്രിഫറൻസ് 92 വയസ്സ് കഴിഞ്ഞിട്ടുള്ള VS അച്യുതാനന്ദനാണല്ലോ. അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യത്തിലൊന്നും പാർട്ടി തീരുമാനമോ പ്രഖ്യാപനമോ ഒന്നും നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന് ജനറൽ സെക്രട്ടറി തന്നെ സീതാറാം യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലെ യുവ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കൂടുതൽ ചെറുപ്പക്കാർ കടന്നു വരണം എന്നുള്ളത് വേറൊരു വിഷയമാണ്, തെരഞ്ഞെടുപ്പുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. ഞങ്ങളുടെ കൽക്കത്തയിൽ ചേർന്നിട്ടുള്ള പ്ലീനം പ്രധാനമായിട്ട് ചർച്ച ചെയ്ത കാര്യം അത് പാർട്ടി നേതൃത്വം തന്നെ വിശദീകരിച്ചതാണ്. കൂടുതൽ ചെറുപ്പക്കാരെ ധാരാളം കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇനിയും ചെറുപ്പക്കാർ പാർട്ടിയുടെ നേതൃതലങ്ങളിലേക്ക് ഉയർന്നു വരണം, വിവിധ കമ്മിറ്റികളിലേക്ക് ഉയർന്നു വരണം എന്നുള്ളതാണ്. അത് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതൊരു പക്ഷേ ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന ഒന്നാണ്. ഒരു നേതൃത്വത്തെ ഒറ്റയടിക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം കുറേ ആളുകളെ കൊണ്ടുവരാനാവില്ല. അത് ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രക്രിയ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പ്രക്രിയ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കൊൽക്കത്തയിലെ പ്ലീനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യവും. ഞാനിവിടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചത് CPIM ആണ് എന്നതാണ്. ആ വസ്തുത അനിഷേധ്യമായിട്ടുള്ളതാണ്. എത്രയോ പേരുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സുരേഷ് കുറുപ്പിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. പിന്നെ മറ്റു പലരും, ചില ചെറുപ്പക്കാർ അങ്ങനെ പരിഗണന കിട്ടിയ ആളുകൾ പിന്നീട് തെറ്റായ വഴികളിലേക്ക് പോയി എന്നുള്ളത് ശരിയാണ്. ഞാനിപ്പോൾ പേരൊന്നും ആരുടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ പേരെ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ധൈര്യമായി ചുമതല ഏൽപ്പിച്ച് മത്സരിപ്പിച്ചത്, അവർക്ക് ജനവിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞത് ഒക്കെ CPIMൻ്റെ ഒരു ചരിത്രമാണ്, CPIMൻ്റെ അനുഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ പിന്നിലാണ് കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ കാണണം. CPIMൽ ചെറുപ്പക്കാരെ, പുതുമുഖങ്ങളെ പരിഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ആയിരുന്നു പലപ്പോഴും കോൺഗ്രസിനകത്ത് വിലപേശൽ നടത്തിയിരുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എന്നോർക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആവറേജ് ഏജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ നമ്മുടെ വോട്ടർമാരിൽ വലിയൊരു പങ്കാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പക്കാരെ പരിഗണിച്ചു കൊണ്ടിരുന്ന, ഇപ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങൾ കൂടി വരുമ്പോഴാണ് കോൺഗ്രസിലൊക്കെ മുറവിളി വരുന്നത്. അതിന് മുമ്പ് തന്നെ ചെറുപ്പക്കാരെ പരിഗണിക്കുകയും മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നോക്കൂ, എത്ര ചെറുപ്പക്കാരനായിട്ട് വിദ്യാർത്ഥി നേതാവായിരുന്ന ഒരാളാണ്. അവിടുത്തെ വൈസ് പ്രസിഡന്റിൻ്റെ കാര്യം നോക്കൂ. എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ ധാരാളം പേരെ ഇങ്ങനെ വിവിധ ചുമതലകളിൽ, MLAയും MPയും മാത്രമല്ല, മറ്റ് ചുമതലകളിൽ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരായിരിക്കും. ആ നിലയിൽ CPIM തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. റൈറ്റ്, അതാണ് അക്കാര്യത്തിൽ CPIMൻ്റെ വിശദീകരണം നമ്മൾ കേട്ടു. നേരത്തെ കോൺഗ്രസിൻ്റെ വിശദീകരണം പന്തളം സുധാകരനും നൽകുകയുണ്ടായി. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രായമൊരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഇന്നലെ TN പ്രതാപൻ എനിക്ക് 3 തവണ അവസരം കിട്ടി, ഇനി യുവാക്കൾക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ് എന്ന് ഒരു കത്ത് KPCCക്ക് നൽകുകയും പ്രതാപൻ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് മാതൃകയാണ് എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറയുകയും ചെയ്തതാണ് ഈ ചർച്ചയുടെ തുടക്കം. ഇന്ന് VS അച്യുതാനന്ദൻ എന്നെ ചാരി VM സുധീരൻ ഉമ്മൻചാണ്ടിയോട് പറയേണ്ടത് പറയേണ്ട എന്ന നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഈ വിഷയത്തിൽ യുവാവല്ല എന്ന് തോന്നുന്നവർക്ക് മത്സരത്തിൽ നിന്ന് പിന്മാറാവുന്നതാണ് എന്ന രസകരമായ ഒരു സ്റ്റാൻഡ് കൂടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ MP രാജേഷ്, ശ്രീ ഫക്രുദ്ദീൻ അലി.